കാലിൽ ചരട് കെട്ടുന്ന പെൺകുട്ടികളൊക്കെ വേശ്യകളാണെന്ന്. അപ്പോൾ ഇത് പറഞ്ഞതാരാണ്? ഒരു പള്ളിയിലച്ചനാണ്, ഒരു വൈദികനാണ് പറഞ്ഞത് കാലിൽ ചരട് കെട്ടുന്ന പെൺകുട്ടികളെല്ലാം വേശ്യകളാണെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയാണെന്നറിയാം. ഇപ്പൊ ഫിലിമിലല്ല, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെൺപിള്ളേര് കാലിൽ ചരട് കെട്ടുന്നുണ്ട്. എനിക്കിതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേല്, ഈ ഒരു കാലുമേൽ ചരടിടണം. വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, നിനക്ക് വേണോ വരാൻ തയ്യാറാണ്. അപ്പൊ കാലിൽ നോക്കിയാൽ മതി, അവളെ പരിപാടിക്ക് കിട്ടും. അപ്പൊ നമ്മുടെ അച്ഛൻ പ്രസംഗിച്ചത് ബൈബിളിലുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ. ഇപ്പൊ എവിടെ നോക്കിയാലും പെൺകുട്ടികളുടെ കാലിൽ ഇങ്ങനെ ഒറ്റ കാലിൽ ചരട് കെട്ടിക്കൊണ്ട് പോകുന്നത് കാണാം. അപ്പൊ അങ്ങനെ അച്ഛൻ അറിയാൻ വയ്യാത്തൊരു കാര്യമായതുകൊണ്ട് അച്ഛൻ സെർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ്. അപ്പൊ അതിനെ ചൊല്ലിയായിരുന്നു അച്ഛൻ കുർബാനയുടെ ഇടയ്ക്കുള്ള ആ ഒരു പ്രസംഗം. അപ്പൊ ആ ഒരു പ്രസംഗം നമ്മുടെ ഉസ്താദിന്റെ കണ്ണിലെത്തി. അപ്പൊ ഉസ്താദ് അത് പിന്താങ്ങി കൊടുത്തു. അപ്പൊ ഈ ഒരു പ്രസംഗം നടത്തിയ നമ്മുടെ വൈദികനോടും ഇതിനെ പിന്താങ്ങിയ ഉസ്താദിനോടും എല്ലാവിധ ബഹുമാനത്തോടും കൂടി ഈ ഒരു വിഷയത്തിന് ഒരു ക്ലാരിറ്റി തരാം. അതായത് ഞാനൊരു സ്ത്രീയാണല്ലോ, ഈ സ്ത്രീകളാണല്ലോ ഈ കാലിൽ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ആൻസർ തരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അച്ഛൻ്റെ അറിവിലേക്കും ഇത് പിന്താങ്ങിയ ഉസ്താദിൻ്റെ അറിവിലേക്കും കൂടി പറയുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ചിലപ്പോൾ സ്ത്രീകൾ അച്ഛൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ സ്ത്രീകൾ അതിന് വേണ്ടിയിട്ടല്ല ഈ ചരട് കെട്ടുന്നത്. ഇന്നിപ്പം എല്ലാം ട്രെൻഡാണ്, കാരണം ന്യൂ ജനറേഷനാണ്. അപ്പം എന്ത് കണ്ടാലും നമ്മുടെ ന്യൂജൻ പിള്ളേർ അത് ഏറ്റെടുക്കും. ആദ്യം ഈ കാലിൽ ചരട് കെട്ടിക്കൊണ്ടിരുന്നത് ചെറിയ പിള്ളേരായിരുന്നു. അതിനുശേഷം ഇപ്പം പ്രായം ഒന്നും നോക്കാതെ, മതം ഒന്നും നോക്കാതെ മിക്ക സ്ത്രീകളും ഈ കാലിൽ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടോ അല്ലെ മറ്റെന്തെങ്കിലും സിഗ്നൽ ആയിട്ടോ അല്ല സ്ത്രീകൾ ഈ കാലിൽ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അതൊരു ട്രെൻഡിന്റെ മാത്രം ഭാഗമാണ്. ഇപ്പൊ വിദേശ രാജ്യത്ത് അങ്ങനെയാണെന്ന് കരുതി ഇന്ത്യയിൽ സ്ത്രീകൾ കാലിൽ ചരട് കെട്ടാൻ പാടില്ല എന്നില്ലല്ലോ. കാരണം വിദേശ രാജ്യത്ത് സ്ത്രീകൾ നടക്കുന്നത് പോലെ അല്ല നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾ നടക്കുന്നത്. മോഡേൺ ഡ്രസ്സ് ധരിച്ചാലോ ഈ പറഞ്ഞ പോലെ ബിക്നി ഇട്ട് പുറത്തിറങ്ങിയാലോ ഒന്നും അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ത്യയിലെ സ്ത്രീകൾ അങ്ങനെ നടക്കാറില്ല. അപ്പം വിദേശ രാജ്യവും നമ്മുടെ ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടച്ചോ. കാരണം ഇത് ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് ഈ സ്ത്രീകൾ കാലിൽ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. പണ്ട് ക്രിസ്ത്യൻ മതത്തിലെ പെൺകുട്ടികൾ പൊട്ട് തൊടാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, പൊട്ട് തൊടും. അങ്ങനെ മതമൊന്നും നോക്കാറില്ല, പൊട്ട് തൊടും. അതുപോലെ തന്നെ പല കാര്യങ്ങളും മൂക്ക് കുത്താറില്ലായിരുന്നു. പക്ഷെ ഇന്ന് ക്രിസ്ത്യൻ മതത്തിലെ സ്ത്രീകൾ മൂക്ക് കുത്താറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഒരു കമ്മൽ ഇട്ടുകൊണ്ടിരുന്നവർ ഇപ്പൊ എത്ര കമ്മല, ആ കാത് നിറച്ച് കമ്മലായി. ഒരു കുഞ്ഞ് ജനിച്ചാൽ 28-ന് നമുക്ക് ചരട് കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. പക്ഷെ വിദേശ രാജ്യത്ത് അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ പോലെ ആചാരങ്ങൾ പുറത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അറിവ്. അപ്പൊ നമ്മുടെ ഇന്ത്യയും വിദേശവും തമ്മിൽ കമ്പയർ ചെയ്യാൻ നോക്കണ്ട. അവിടുത്തെ സ്ത്രീകൾ ആ ഒരു രീതിയിലാണ് ആ ചരട് കെട്ടുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾ അതിന് വേണ്ടിയിട്ടല്ല, ഒരു ഫാഷൻ അതിന് വേണ്ടിയിട്ടാണ്. പല രീതിയിലുള്ള ചരടുകൾ, മുത്തു പിടിപ്പിച്ചതും മുത്തു പിടിപ്പിക്കാത്തതും, അങ്ങനെ പല രീതിയിലുള്ള ചരടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കല്ലേ. കാലിൽ ചരട് കെട്ടിയാലോ അല്ലെങ്കിൽ സ്പ്രേ അടിച്ചാലോ ഒരു സ്ത്രീകളും വേശ്യകളും ഒന്നും ആകുന്നില്ല. അപ്പൊ ഇത്രയും വലിയ വലിയ ആൾക്കാരെ ഒന്നും ചോദ്യം ചെയ്യാനോ മറുപടി പറയാനോ ഒന്നും നമ്മൾ ആളല്ല. പക്ഷേ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇന്ന് പല സ്ത്രീകളും അത് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് അവർ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ വേശ്യകളെ പോലെ മുദ്ര കുത്തപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് റിപ്ലൈ തന്നതാണ്.